അസ്സലാമലൈക്കും. ഇതാ ഞങ്ങളിന്ന് കൊച്ചിയിൽ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നത് കുമരകത്താണ് ഉള്ളത്. നല്ല മഴ കേട്ടോ, നല്ല ക്ലൈമറ്റ്, നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് പെപ്പർ ബെൽ ഫാമിലി റെസ്റ്റോറൻ്റാണ്. വലിയ തിരക്കൊന്നുമില്ല. എല്ലാവരും ഇവിടെ റെഡി ചെയ്തിട്ടുണ്ട്. സാധനം വന്നാ ഓർഡർ ഇവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഒരു സാധനം വന്നിട്ടില്ല. അങ്ങനെ ഡെസേർട്ട് കാത്തിരിക്കുന്ന എൻ്റെ വെറുതെയാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടാണ്. കാരണം നമ്മൾ പുറപ്പെട്ടിട്ട് ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു സമയത്ത് ചോറല്ല പൊറോട്ട ഇതായിട്ടുള്ള കഴിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. ഫുഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാണാം. ഗബ്രിയേലിന്റെ ദർശനം സർവലോകർക്ക് നന്മയെന്നും കാരുണ്യം ബത്ലഹേമിന്റെ മാരിലൊരാരോമലുണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശനം സാഫല്യം സർവലോകർക്കു നന്മയെന്നും കാരുണ്യം ബത്ലഹേമിന്റെ മാരിലൊരാരോമലുണ്ണി പിറന്നല്ലോ. നല്ല സ്മെല്ല് കേട്ടോ, അടിപൊളി പൊറോട്ട. പിന്നെന്തല്ലേ നല്ല സ്മെല്ല്. ശരിക്കും കറിയൊന്നും വേണ്ട കേട്ടോ, ഭയങ്കര സോഫ്റ്റ് പൊറോട്ട. വേറെന്തല്ല ഇതെന്ത് സാധനം? ഓ ഇത് രണ്ട് മിക്സ് ആക്കണേ. ചെമ്മീൻ ഒന്ന് ബീഫാണ്. ഇത് ബീഫാണ്. അടിപൊളി സ്മെല്ല്. ഞാൻ നോക്കട്ടെ കേട്ടോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റ്. ഇത് പ്രോൺസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല പച്ചമുളകും കറിവേപ്പിലയിൽ ഇട്ടിട്ട് ഏകദേശം നമ്മളെ ഒരു ഹോംലി ടേസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ലൊരു എരിവ് ഇതൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, പക്ഷെ സൂപ്പർ പൊറോട്ട കേട്ടോ. ഏറ്റവും ടേസ്റ്റ് പൊറോട്ട തന്നെയാണ്. നല്ല അടിപൊളി ടേസ്റ്റ്. ക്ലൈമറ്റ് നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ ഒരു ബെഡ്റൂം, ചെറിയൊരു ബെഡ്റൂം വിത്ത് ബാത്റൂം ആയിട്ട് ഒരു ബെഡ്റൂം ഉണ്ട്. സൗകര്യമുണ്ട്. ചെറിയൊരു കിച്ചൺ ഉണ്ട് ഇതിൻ്റെ അടുത്ത്. അയാനക്കുട്ടി ഹായ് പറഞ്ഞ ഹായ്. ഭയങ്കര ഫോട്ടോ എടുക്കലാണ് നമ്മൾ സഫുവാന്. നമ്മളെ കണ്ണൂരൊന്നും ഇങ്ങനെയല്ല, ഇത്രയും ഇതായിട്ടുള്ള സ്ഥലങ്ങൾ കാണൽ വളരെ കുറവാണ്. ഇവിടെയൊക്കെ ആ പഴയ ഒരു സ്റ്റൈൽ തന്നെയാണ് ഉള്ളത്. ലൈഫ് സ്റ്റൈലൊക്കെ അത് തന്നെ പഴയ സ്റ്റൈലിൽ തന്നെയാണ് ഉള്ളത്. ഞാൻ ശരിക്കും ഫസ്റ്റ് ടൈമാണ് ഈ ഹൗസ് ബോട്ടിൽ കയറുന്നത്. ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എന്താ പറയുക, ഭയങ്കര ഇഷ്ടമായി. വേറൊരു ബോട്ട് വരുന്നുണ്ട്. അവർ നല്ല എന്താ പറയുക ഫുൾ എൻജോയ് ചെയ്തിട്ടാണ് വരുന്ന ബോട്ട്. പാട്ടൊക്കെ പാടുന്നുണ്ട് തോന്നുന്നുണ്ട്, പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല.
കഴുകുന്നൊക്കെ കണ്ടോ, എല്ലാം ഈ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഇവർ കഴുകുകയൊക്കെ ചെയ്യുന്നത് കംപ്ലീറ്റ്. എനിക്കൊന്ന് ഇവിടെ കിണറൊക്കെ കുറവാന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും ഈ വെള്ളത്തിൽ തന്നെയാണ് കൂടുതലും കഴുകിയും അലക്കും ഒക്കെ ചെയ്യുന്നത്. തുണി അലക്കുന്നൊക്കെ ഇതിൽ തന്നെയാന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, ഇതാ പഴയ ഒരു സ്റ്റൈല് വീട്ടുമുറ്റത്ത് നിന്ന് സ്ഥലമൊക്കെ വാരിക്കൊടുക്കുക. ആ പഴയ ഒരു ലൈഫ് സ്റ്റൈലാട്ടോ ഇവിടെ ഉള്ള എല്ലാവർക്കും. കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് കാണാൻ തന്നെ. ആലപ്പുഴ ടൗൺ കാണുന്ന റമദ ഹോട്ടലിന്റെ ഒരു മേൽഭാഗമാണ്. ചെറുതായിട്ട് ഒരു ചെറിയ ഒരു ബോക്സ് പോലെ. ഇതിന്റെ നല്ല ആളുണ്ട്. ഇത് എത്ര മീറ്റർ ഉണ്ട്? 10 മീറ്റർ. ഇവിടെ ഒരു 25 താഴ്ചയുണ്ട് ഇതിനകത്തോട്ട്. ഇവിടെയൊക്കെ വെള്ളം കുറവാണ്. അമ്പൊക്കെ നിൽക്കുന്നവിടെയൊക്കെ ഒരടി 2 അടി വെള്ളമുണ്ട്. ആ ഭാഗത്ത് ആ ബോട്ട് പോകുന്നിടത്ത് ഒരു 10 അടി താഴ്ച. 10 അല്ലേ? ആൾക്കാരും പറയാം. അത് KTDCയുടെ വാട്ടർ കേപ്സ് എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്ത് താജ്, അങ്ങോട്ടങ്ങോട്ട് 12ഓളം പൈസ റോഡുണ്ട്. അപ്പോൾ തന്നെ അറ്റാ ലാസ്റ്റ് ടവർ ഉണ്ടോ ഈ സൈഡിൽ കൂടെ വരും. ലാസ്റ്റ് ടവർ ഉണ്ടാവുന്ന ഭാഗത്ത് അവിടെ 12 പൈസ റോഡുണ്ടോ? 12 പൈസ റോഡിൽ ഇവിടെ ഉണ്ട്. പൈസ നമുക്ക് അഡ്വാൻസ് ചെയ്തിട്ടാണ് നമ്മൾ ബോട്ട് എടുക്കുന്നത്. അവിടെ നിന്ന് എടുക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങൾ 1 മണിക്കൂർ താമസിച്ചാൽ നിങ്ങളുടെ ആ 1 മണിക്കൂർ പോയി. അടുത്ത ഗസ്റ്റ് അവിടെ നിൽക്കുക. അപ്പോൾ ആ ഗസ്റ്റ് നിങ്ങൾക്ക് അരമണിക്കൂറേ ചിലപ്പോൾ കിട്ടുള്ളൂ. ചിലപ്പോൾ 10 മിനിറ്റേ കിട്ടുള്ളൂ. ഫുഡ് കഴിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. അത് നമ്മുടെ കുഴപ്പമല്ല. ബുക്ക് ചെയ്ത് അങ്ങനെയാണ് ടൈം സ്ലോട്ടാണ്. ആ ടൈം ഭയങ്കര കറക്റ്റ് ആയിരിക്കണം. ടൈം ഇപ്പം ഒന്നുമില്ല. അതാണ് അന്നേരം ആ സമയത്ത് നമുക്ക് ഒരു രണ്ട് ബോട്ട് എടുക്കാനുള്ള കാശ് ഇപ്പം വന്നോടി ഒരാഴ്ച ഈ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കാണ്. ഇതുപോലെ വല്ല വൈറസ് വന്നാൽ അപ്പം നമ്മൾ ഏകദേശം 1.5 മണിക്കൂറായി ഈ ഹൗസ് ബോട്ടിൽ കറങ്ങുന്നത്. അപ്പം നല്ല വ്യൂ ആയിരുന്നു. എല്ലാം നല്ല ഇഷ്ടമായി എല്ലാവർക്കും. കുട്ടികൾക്കും എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. അപ്പോൾ നമ്മൾ കയറിയ സ്ഥലം എത്താനായി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം എന്താ പരിപാടി അഗു? ഇന്നെന്താണ് ഡിന്നർ? എന്താ മസാല ദോശ? വാവ്, മൈ ഫേവറേറ്റ്. താങ്ക് യു അഗു. അക്ഫാനെ നമ്മൾ ഷോർട്ട് ഫോമായിട്ട് വിളിക്കുന്നതാണ് അഗു എന്ന്. പിന്നെ എന്താ നിനക്ക് ദോശ വരാം? ചിക്കൻ ദോശ തരാം. ചിക്കൻ ദോശ തരാം സ്പെഷ്യൽ. അതെവിടെ സ്ഥലം എവിടെയാ? ഓക്കെ. അപ്പൊ നമുക്ക് ആ ഒരു സ്പെഷ്യൽ ദോശ കിട്ടുന്ന സ്ഥലത്ത് രാത്രി ഡിന്നർ എന്താന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളെ കുമരകം ഹൗസ് ബോട്ട് കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ദോശ തിന്നാനാണ് വന്നിട്ടുള്ളത്. ആര്യാസിൽ ഇതല്ലേ? ആര്യാസിൽ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. ചിലവർക്ക് എന്താണ് ഗോബി മഞ്ചൂരിയൻ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്പാണ് എല്ലാം ഒന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ദോശയും കൂടെ വന്നിട്ട് നമ്മളെ ദോശ എത്തിയിട്ടുണ്ട്. പ്ലെയിൻ ദോശ, നല്ല ക്രിസ്പി ദോശയാണ്. ആര്യാസ്. ഇവിടെ മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ മോക്ക് വേണ്ടിയിട്ട് ഇഡ്ഡലി. പക്ഷെ ചെറിയ മോളല്ല, മോളെ ഉപ്പന്നെ തിന്നതല്ലേ. എന്തിനാ ഓർഡർ ചെയ്തത്? മഞ്ചൂരിയൻ. ആ അത് വരണം. അത്ര വന്നിട്ടില്ല. ഇവിടെ എന്താ ഓർഡർ ചെയ്തത്? സഫാൻ എന്താ ഓർഡർ ചെയ്തത്? എല്ലാം വെജിലല്ലേ അല്ലേ? നോൺ വെജില്ല, വെജ് മാത്രമേ ഉള്ളൂ ഇവിടെ. ആര്യാസ് അറിയാലോ. അപ്പോൾ എന്നാൽ പിന്നെ നമ്മളൊന്ന് എല്ലാം അടിച്ച് പൊളിച്ച് കഴിക്കട്ടെ. ഓക്കെ. അടുത്ത ഇവിടെ ഇനി നാളെ ഞങ്ങൾ നാട്ടിലേക്ക് പോകും, കണ്ണൂരേക്ക് പോകും. അപ്പോൾ അതിനിടയിൽ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം വീഡിയോസ്. ഓക്കെ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഹാപ്പി ന്യൂ ഇയർ! നാസ് കിച്ചന്റെ പുതുവത്സരാശംസകൾ എല്ലാവർക്കും. അപ്പോൾ 2021 എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉള്ള ഒരു വർഷമായി മാറട്ടെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ
ഹിയർ. യെസ്. നമ്മൾ ഇന്നലെ എന്താ പറയുക, ഇവിടെ ഇപ്പോൾ കൊച്ചിയിൽ വലിയ ന്യൂ ഇയർ ആയിട്ട് വലിയ പ്രോഗ്രാമൊന്നും ഇല്ല ഇന്നലെ ഒന്നും. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി പിന്നെ കുമരകത്തുനിന്ന് നേരെ ഫുഡെല്ലാം കഴിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ മെഹ്റബ് മന്തി യമനിൻ്റെ, അപ്പോൾ ആൾക്കാർ നല്ല ഫീഡ്ബാക്കാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ഇപ്പം നമ്മൾ ഖത്തറിലെ മന്തി റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ നമുക്ക് കിട്ടാറുണ്ട് ഈ ഒരു സൂപ്പ്. നല്ല ടേസ്റ്റാണ്. കാരണം ഇത് ശരിക്കും ഇവർ മീറ്റ് വേവിച്ചിട്ട് ഈ വെള്ളത്തിൽ തന്നെ കുറച്ച് ദാലും ഇതൊക്കെ ചേർത്തിട്ട് ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നല്ല ഇതായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഈ തക്കാളിൻ്റെ സോസ് ഇതും വെരി ടേസ്റ്റി. പിന്നെ സാലഡ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ എന്താ ഓർഡർ ചെയ്തേ? മന്തി അല്ലേ? മട്ടൻ, ചിക്കൻ, ഏതായാലും കൊണ്ടുവരട്ടെ, നമുക്ക് നോക്കാം. സാധാരണ അപ്പം നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് മട്ടൻ മക്കൂൻ, ചിക്കൻ മന്തി, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇതുണ്ടല്ലോ ഈ റൊട്ടി, ടേസ്റ്റി റൊട്ടിയാണ്. അതിൻ്റെ കൂടെ നമ്മൾ പ്രോൺസ് റോസ്റ്റ്, നല്ല സോഫ്റ്റ് മട്ടനാണ്, അടിപൊളി. ഇതിൻ്റെ ഇവിടെ സ്ഥലം വരുന്ന നസ്ര് ബൈപ്പാസിൽ എന്താണ് അപ്പോൾ ഇവിടെ എറണാകുളം വരുന്നവർ ആരെങ്കിലും ട്രൈ ചെയ്യാം. പുതിയ റെസ്റ്റോറൻ്റാണ് അല്ലേ? നല്ല ഇൻറ്റീരിയറിലെല്ലാം നല്ല ഇതുണ്ട്, നല്ല മീറ്റ് ഉണ്ട്, നല്ല കാമൻ ക്വാളിറ്റിയാണ്. ഇവിടെ എറണാകുളം വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. നല്ല, അതായത് ഗൾഫ് മിസ്സാകുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഈ മന്തിയും മജിബൂസൊക്കെ മിസ്സാകുന്നവർക്ക് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാം. നമ്മൾ കഴിക്കട്ടെ. അപ്പം നമ്മൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പുറത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങും. ഇന്നാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇനി എവിടെയെങ്കിലും സമയമുണ്ടെങ്കിൽ പോവാം അല്ലേ? പിന്നെ നമ്മൾ വന്നത് ഫ്ലൈറ്റിലാണ്, പക്ഷെ തിരിച്ച് പോകുന്നത് കാരണം എന്തായാലും ഒരു ചേഞ്ചാണ്, ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ട്രെയിൻ ടിക്കറ്റ് നേരത്തെ എടുത്ത് വെച്ച് അറിയാമല്ലോ, ഇപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ടിക്കറ്റ് കിട്ടി. പിന്നെ ഒരുപാട് ട്രെയിനൊന്നും ഇല്ലല്ലോ ഇപ്പോൾ അല്ലേ? ലിമിറ്റഡ് ട്രെയിനാണ്. അപ്പോൾ നമുക്ക് ഇനി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് നിങ്ങളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോസ്. ഓക്കെ, നമ്മളിത് ട്രെയിനിൽ ഇങ്ങനെ പോവുകയാണ് കണ്ണൂരേക്ക്. ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ. ഇപ്പോൾ ട്രെയിന് യാത്രയും ഒരു സുഖം തന്നെയാണ്, കാരണം ചേഞ്ച് അല്ല. അതുകൊണ്ട് ട്രെയിനിൽ തന്നെ പോകാമെന്ന് വിചാരിച്ച് കണ്ണൂർ. ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ.